സ്വന്തം ജീവിത ചിത്രത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീലയങ്കിയുടെ വർണ്ണങ്ങൾ ചാലിച്ച് പൗരോഹിത്യത്തിൻ്റെ വെണ്മയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കപ്പുച്ചിൻ സന്യാസ വൈദികൻ്റെ ജീവിത ചിത്രമാണിത്. മഞ്ഞിലും കാറ്റിലും പുഴയിലും പൂവിലും വർണ്ണങ്ങൾ ചാലിക്കുന്ന ദൈവചൈതന്യത്തിൻ്റെ നിറക്കൂട്ടുകളാൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിത ചിത്രങ്ങളും ചേർത്ത് വരച്ചെടുക്കുന്ന ഒരു കലാകാരനായ വൈദികൻ. ഇത് ജോബി മേരിസൺ കപ്പുച്ചിൻ. പേരിനൊപ്പം മേരിസൺ എന്ന അക്ഷരക്കൂട്ടുകൾ ചേർന്നതിൻ്റെ നോവുന്ന കഥകളും തനിക്ക് ലഭിച്ച ചിത്രകലയെന്ന താലന്തിനെ ദൈവത്തിന് തിരികെ നൽകുന്ന ഈ വൈദികൻ്റെ വീക്ഷണങ്ങളും ദൈവവിളിയുടെ ആഴങ്ങളും നമ്മോട് പങ്കുവയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചെറുപ്പകാലം തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി എന്ന സ്ഥലത്തായിരുന്നു. പിന്നീട് എൻ്റെ അപ്പച്ചനൊരു കൃഷിക്കാരനായതുകൊണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും പാലക്കാട് ജില്ലയിലേക്ക് മാറുകയുണ്ടായി. അവിടെ സാധാരണ എല്ലാ കുട്ടികളും സെമിനാരിലൊക്കെ പ്രവേശിക്കുന്ന ഒരു സമയമാണ് 10ാം ക്ലാസ് കഴിയുക എന്നുള്ളത്. കുടുംബത്തിലെ നല്ല സ്നേഹമുള്ള അന്തരീക്ഷവും പ്രാർത്ഥനയും ഒപ്പം തന്നെ ഞങ്ങളായിരുന്ന ശ്രീകൃഷ്ണപുരം ഇടവകയിലെ നല്ല അച്ഛന്മാരുടെ ജീവിത ശൈലിയും അവിടെ പ്രവർത്തിച്ചിരുന്ന ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിൻ്റെ നല്ല സ്നേഹവും കൂട്ടായ്മയും എല്ലാം, അതുപോലെ തന്നെ ഭക്തസംഘടനകളുമായിട്ടുള്ള എൻ്റെ ബന്ധവും ദൈവവിളിയിലേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് എനിക്ക് ഇട തന്നു. അങ്ങനെ ഞാൻ ഈ ഒരു കാര്യം എൻ്റെ അപ്പച്ചനോട് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്നേഹത്തോടും ഒപ്പം തന്നെ അല്പം ഗൗരവത്തോടും കൂടി എന്നോട് ഇപ്രകാരം പറഞ്ഞു: സെമിനാരിയിൽ പോകണമെങ്കിൽ പൊക്കോ, പക്ഷേ പോയിട്ട് അവിടെ തന്നെ നിന്നേക്കണം, തിരിച്ച് വരരുത്. ഒരു പക്ഷേ നല്ല സ്നേഹത്തോടെ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു അർത്ഥത്തോടു കൂടി. പക്ഷേ അത്ര ഗൗരവത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ലൊരു തീരുമാനം എനിക്കെടുക്കാനായിട്ട് ആ സമയത്ത് സാധിച്ചില്ല. പിന്നീട് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഡ്രോയിങ് പഠിക്കാനായിട്ട് അതിൻ്റെ ഡിപ്ലോമ എടുക്കാനായിട്ട് ഞാൻ പോയി. ഡിപ്ലോമയ്ക്ക് ശേഷം ചിത്രരചനയും ഒപ്പം തന്നെ പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട മറ്റ് ജോലികളിലേക്ക് ഞാൻ പ്രവേശിച്ചു. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രേഷ്ഠമാണ്. ഒരു വൈദികനാകണം എന്ന തൻ്റെ പ്രാർത്ഥനയെ ദൈവം കാലക്രമേണ കേൾക്കുകയും അതിനുവേണ്ട കൃപാവരങ്ങളാൽ നിറയ്ക്കുകയും ചെയ്തു. ഈ ദിവ്യദാനത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തെക്കുറിച്ചും ഈ വൈദികൻ വാചാലനാകുന്നു. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുമ്പോൾ, ഞാനായിരുന്ന ഇടവക സമൂഹത്തോട് ഒത്തിരി ബന്ധപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. വേദോപദേശം പഠിപ്പിക്കാനും ഭക്തസംഘടനകളിൽ ആത്മാർത്ഥമായി പങ്കെടുക്കാനും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന വികാരിച്ചന്മാരോടും ശുശ്രൂഷ ചെയ്തിരുന്ന സിസ്റ്റേഴ്സിനോടൊക്കെ വളരെയധികം നല്ല ബന്ധത്തിൽ ആയിരുന്നതിനാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം സെമിനാരിയിൽ പോകണം, ഒരു അച്ഛനാകണം, ആ ആഗ്രഹം വീണ്ടും വീണ്ടും പുറത്തേക്ക് വരുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വേദോപദേശം പഠിപ്പിച്ച എൻ്റെ ക്ലാസ്സിലെ 2 കുട്ടികൾ രൂപത സെമിനാരിയിൽ പോകാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ ശക്തമായ ആഗ്രഹം വീണ്ടും എൻ്റെ പുറത്തേക്ക് വന്നു. ഞാൻ ആഗ്രഹിച്ചു എനിക്കും സെമിനാരിൽ പോകണം. എന്നാൽ അതേസമയം എൻ്റെ മനസ്സിൽ എൻ്റെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, അത് മറ്റൊന്നുമല്ല, പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതും ഇംഗ്ലീഷ്. എന്നാൽ എന്താണെന്നറിയില്ല, എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ധൈര്യം എനിക്ക് വന്നു.
അങ്ങനെ ഞാൻ ഒരു മാസികയിൽ കണ്ട അഡ്രസ്സ് ഉപയോഗിച്ച് ഒരു സന്യാസ സഭയിലെ അച്ഛനെ വിളിക്കുകയും അച്ഛനോട് എൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞാൻ അച്ഛനോട് കൃത്യമായി പറഞ്ഞു, അച്ഛാ പഠിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പ്രായം ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, സാരമില്ല, നീ പോരെ, ഇതെല്ലാം ഇവിടെ വരുമ്പോൾ ശരിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെയധികം സന്തോഷത്തിലായിരുന്നു. അച്ഛൻ എന്നോട് ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞു. എന്നാൽ ആ ദിവസമായപ്പോൾ അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു, അച്ഛാ വന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ, സെമിനാരിയിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അവിടെയുള്ള ചെറിയ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് നിനക്ക് മിങ്കിൾ ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ഇംഗ്ലീഷ് നിനക്ക് ബുദ്ധിമുട്ടാണെന്നല്ലേ പറഞ്ഞ്, അതുകൊണ്ട് അതൊക്കെ പ്രയാസകരമായിരിക്കും. എനിക്ക് വളരെയധികം സങ്കടമായി. അങ്ങനെ ഞാൻ ഈ കാര്യം എൻ്റെ വികാരിച്ചനുമായിട്ട് ഞാൻ പങ്കുവച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാരമില്ല, നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ അദ്ദേഹം രൂപതയിലേക്ക് വിളിച്ചു. അവിടുന്ന് അച്ഛൻ എന്നെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ അവിടെ പിതാവിനോട് പങ്കുവെച്ചെങ്കിൽ തന്നെയും നല്ലൊരു പ്രതികരണം കിട്ടിയില്ല. അവർ പറഞ്ഞത് 10ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ, അതുപോലെ തന്നെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുകൊണ്ട് പ്രായമൊക്കെ കൂടുതലായതുകൊണ്ട് വല്ല സന്യാസ സഭയിലേക്കൊക്കെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വലിയ പ്രയാസം തോന്നി. അങ്ങനെ അച്ഛൻ പറഞ്ഞു, നിരാശപ്പെടേണ്ട, നമുക്ക് ഇനിയും പരിശ്രമിക്കാം. അങ്ങനെ അച്ഛൻ മറ്റൊരു കോൺഗ്രിഗേഷനിലെ ഒരു അച്ഛനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ എനിക്ക് ഉറപ്പ് നൽകി, എന്തായാലും ഇത് ശരിയാകും. എന്നാൽ ആ അച്ഛനും എന്തോന്നറിയില്ല, ഒരുപക്ഷെ ദൈവഹിതത്തിൻ്റെ ഭാഗമായിരിക്കാം, അദ്ദേഹവും പറഞ്ഞ അന്ന് വന്നില്ല. അങ്ങനെ എനിക്ക് വലിയ സങ്കടമായി. അങ്ങനെ ഇരിക്കെ എൻ്റെ വീട്ടുകാരനോട് പറഞ്ഞു, മോനെ, നിനക്ക് ദൈവവിളിയൊന്നുമില്ല, കാരണം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ഇതാ 3 കഴിഞ്ഞു. അതുകൊണ്ട് നിനക്ക് ഇപ്പോഴുള്ള ജോലിയൊക്കെ ആയിട്ട് കുടുംബത്തെ സഹായിച്ച് മുന്നോട്ട് പോവുക, അതായിരിക്കും നല്ലത്. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി വിഷമമായി. എന്നിരുന്നാൽ തന്നെയും ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, മുട്ടിപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ ഓർക്കുകയാണ് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സംഭവം. എൻ്റെ ദൈവവിളിയിൽ എൻ്റെ ദൈവവിളിയിൽ എന്നെ ഒരുപാട് സഹായിച്ച, ഇന്നും ചിലപ്പോഴൊക്കെ പറഞ്ഞു പോകുമ്പോൾ കണ്ണുകൾ നിറയുന്ന ഒരു സംഭവം. ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ് പെയിൻറ്റിങ് അല്ലെങ്കിൽ വരയ്ക്കുക, ചുമരെഴുത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ പോകാറ്. അങ്ങനെ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് സമയം എൻ്റെ അപ്പച്ചനെ ഞാൻ സഹായിക്കുമായിരുന്നു. അദ്ദേഹം ഒരു റബ്ബർ ടാപ്പിംഗ് ജോലിയിലായിരുന്നു. ഞാനൊരു 10-100 മരമൊക്കെ വെട്ടിക്കൊടുത്ത് അപ്പച്ചനെ സഹായിക്കുമായിരുന്നു. ഇങ്ങനെ റബ്ബർ മരം വെട്ടുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഈ ദൈവവിളിയായി ബന്ധപ്പെട്ടും എനിക്ക് ഇതിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കാത്തതിൻ്റെ വിഷമങ്ങളും, ഒപ്പം തന്നെ ഒരു സെമിനാരിയിലേക്ക് പ്രവേശിക്കണ ഒരു അച്ഛനാകണം എന്നുള്ളൊരു ആഗ്രഹവും ശക്തമായിട്ട് ഈ ജോലി ചെയ്യുന്നതിനിടയ്ക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു റബ്ബർ മരത്തിൻ്റെ ചുവട്ടിൽ ഈ റബ്ബർ കത്തി, ടാപ്പിംഗ് കത്തിയൊക്കെ പിടിച്ച് ഞാൻ ഇപ്രകാരം മാതാവിനോട് പ്രാർത്ഥിച്ചു. നമുക്കറിയാലോ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിളിക്കുന്ന, നമുക്ക് ഏറെ ആശ്രയം തരുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ നോക്കി, എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സെമിനാരിയിൽ പോകാനായിട്ട്, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. 3 തവണ ഞാൻ പരിശ്രമിച്ചു, 3 തവണയും എനിക്ക് അവിടേക്ക് പ്രവേശനം കിട്ടിയില്ല. എൻ്റെ വീട്ടുകാരാണെങ്കിൽ എന്നോട് ഇപ്രകാരമാണ് പറയുന്നത്, നിനക്ക് ദൈവവിളിയൊന്നും ഇല്ലെന്ന്. എനിക്കാണെങ്കിൽ വളരെയധികം ആഗ്രഹമുണ്ട്, അമ്മയ്ക്ക് അറിയാലോ. അങ്ങനെ ഞാൻ നിറഞ്ഞ കണ്ണുകളോടെ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഒരു അവസരം കൂടി, അതെനിക്ക് തീർച്ചയായിട്ടും അമ്മ എനിക്കത് നിറവേറ്റി തരണം. അമ്മ എന്നെ സഹായിച്ചാൽ എന്നും എൻ്റെ ജീവിതത്തിൽ അതൊരു ഓർമ്മയായിട്ട് അവശേഷിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേക്കാം. ഒരുപക്ഷെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നേർച്ച നേരാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഞാൻ അമ്മയോട് പറഞ്ഞു, ജീവിതത്തിൽ അമ്മ എന്നെ സഹായിച്ചാൽ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അമ്മയെ ഞാൻ എന്തെങ്കിലും ചെയ്തേക്കാം.
സ്നേഹമുള്ളവർ, അങ്ങനെ ഞാൻ ഒത്തിരി പേരോട് പ്രാർത്ഥനാ സഹായമൊക്കെ ചോദിച്ചു, മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം വികാരിച്ചനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, പാലക്കാട് മുണ്ടൂരിനടുത്തുള്ള കപ്പുച്ചിൻ ആശ്രമമായിട്ടുള്ള സീനായ് ആശ്രമത്തിലേക്ക് നീ ചെല്ല്. അവിടുത്തെ സുപ്പീരിയർസിനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹവുമായിട്ട് സംസാരിക്കുക, അതെന്തായാലും ശരിയാകും. അങ്ങനെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ പാലക്കാട് മുണ്ടൂരിനടുത്തുള്ള സീനായ് ആശ്രമത്തിലേക്ക് ചെന്നു. അവിടെയുള്ള സുപ്പീരിയർസിനോട് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ പങ്കുവെച്ചു. അദ്ദേഹം എന്നെ സ്വീകരിച്ചു. അദ്ദേഹം എന്നെ ഞങ്ങളുടെ തൃശ്ശൂരിലുള്ള കാൽവരി ആശ്രമത്തിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെയുള്ള സുപ്പീരിയർസിനോട് സംസാരിച്ച് അദ്ദേഹം എന്നെ ഞങ്ങളുടെ മൈനർ സെമിനാരിയിലേക്ക്, ഈ കപ്പുച്ചിൻ സഭയിലെ മൈനർ സെമിനാരിയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും അവിടെ സെമിനാരിയൊക്കെ ഓപ്പൺ ചെയ്തിരുന്നു. ഞാൻ അവിടെയുള്ള ബ്രദേഴ്സിൻ്റെ കൂടെ പൊടിമീശയൊക്കെ വെച്ച് ഒരു കമാൻസ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ അവരുടെ കൂടെ ഏതാനും ദിവസം ജീവിച്ചു. അങ്ങനെ അവിടെ ആ കുട്ടികളുടെ ചാർജ് ഉണ്ടായിരുന്ന അച്ഛൻ എന്നോട് പറഞ്ഞു, ജോബി, നിന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടമായി. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അടുത്ത ദിവസം തന്നെ വന്ന് ജോയിൻ ചെയ്തുകൊള്ളുക. സ്നേഹമുള്ളവർ, എനിക്ക് ഒരുപാട് സന്തോഷമായി. പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള മാധ്യസ്ഥം വഴിയായിട്ട് അമ്മ എന്നെ സ്വീകരിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ചുവരെഴുത്തുകാരനായ ഒരു യുവാവിൽ നിന്നും ക്രിസ്തുവിൻ്റെ അൾത്താരയിലെ സമർപ്പിതനായി മാറുന്ന ഒരു പരിണാമമാണ് പിന്നീടുണ്ടായത്. തെരുവോരങ്ങളിൽ ചുവരെഴുത്തിൻ്റെ നിറക്കൂട്ടുകളിൽ നിന്നും കുരിശിൻ്റെ ചുവട്ടിലെ ചുവന്ന നിറത്തെ തേടിയുള്ള ഒരു സഞ്ചാരം. അതെ, ഇതായിരുന്നു ഈ വൈദികൻ്റെ സമർപ്പണത്തിൻ്റെ നിറം. അങ്ങനെ ഞാൻ സെമിനാരിയിൽ പ്രവേശിച്ചു. എൻ്റെ സെമിനാരി ജീവിതം ഞങ്ങൾ കപ്പുച്ചിൻ സഭയിൽ 13 വർഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോഴും ഓർക്കുകയാണ്, പലപ്പോഴും ധ്യാനാവസരങ്ങളിലൊക്കെ ഞാൻ പങ്കുവെക്കുന്നൊരു കാര്യമാണ്. ഈ 13 വർഷക്കാലം ഒറ്റ പരീക്ഷയിൽ പോലും എനിക്ക് തോൽക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. നിങ്ങൾ ഓർക്കണം, പഠനം എനിക്കൊരു കീറാമുട്ടി തന്നെയായിരുന്നു. പക്ഷെ പരിശുദ്ധമ്മയുടെ ശക്തിയേറിയുള്ള മാധ്യസ്ഥം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൂടെയുണ്ടായിരുന്നു. അങ്ങനെ പഠനമെല്ലാം കഴിഞ്ഞ് 2012 നവംബർ 20 കർത്താവിൻ്റെ അൾത്താരയുടെ ശുശ്രൂഷകനായിട്ട് മാറുവാനായിട്ട് അമ്മ എന്നെ സഹായിച്ചു. കുരിശിന് താഴെ ബലിയാകുന്ന ഒരു ജീവിതം, കുരിശിന് താഴെ ജീവിതത്തിൻ്റെ താളം കണ്ടെത്തുന്ന ജീവിതം, സ്നേഹത്തിൻ്റെ ഏറ്റവും പവിത്രതയാർന്ന ചിത്രമായ ക്രൂശിത രൂപത്തിന് മുൻപിൽ അൾത്താരയുടെ കാവൽക്കാരനായി കാസിയിലും പീലാസിയിലും ജീവിത നിറങ്ങൾ ചേർത്ത് ചാലിച്ച് ബലിയർപ്പിക്കുന്ന വൈദികൻ്റെ ഹൃദയത്തിൻ്റെ നിറം. അതായിരുന്നു മേരിസൺ എന്ന പേരിൻ്റെ അർത്ഥവും. എൻ്റെ പഠനകാലത്ത് ഒരിക്കലും ഞാൻ ചിത്രരചനയിലേക്ക് പ്രവേശിച്ചിരുന്നില്ല. കാരണം എനിക്ക് ഭയമായിരുന്നു. ഞാൻ വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരും പറഞ്ഞ് എന്തെങ്കിലും മാർക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ സെമിനാരിയിൽ നിന്ന് പോകേണ്ടി വരുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പട്ടം കിട്ടിയതിന് ശേഷം, വൈദികനായതിനു ശേഷം ഞാൻ എൻ്റെ അധികാരികളോട് പറഞ്ഞു ഈ വരയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. അവരെനിക്ക് അനുവാദം നൽകി. ദൈവം തന്ന ഈ മഹാദാനം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങൾ കപ്പുച്ചനച്ഛന്മാർ കുമ്പസാരം കേൾക്കുന്നവരും വചനം പങ്കുവെക്കുന്നവരാണ്. അതിൻ്റെ കൂടെ തന്നെ ദൈവം തന്ന ഈ അനുഗ്രഹം ഈ വരയിലൂടെ, ചിത്രരചനയിലൂടെ എങ്ങനെ മറ്റുള്ളവരിലേക്ക് ഈ വചന സന്ദേശം എത്തിക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് വേറെ ആരുമായിരുന്നില്ല, അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തന്നെയായിരുന്നു. ചുമർചിത്ര ശൈലിയിൽ പ്രകൃതിയുടെ സൗന്ദര്യവും
ദൈവസ്നേഹത്തിൻ്റെ ആർദ്രമായ ഭാവവും ഈ വൈദികന്റെ ചിത്രങ്ങളിൽ നിഴലിക്കുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രകൃതിയുമായുള്ള അഗാധമായ ബന്ധം നവ്യമായ ഒരു ചിത്രരചനാ ശൈലിയിൽ ഈ വൈദികൻ ഇവിടെ വരച്ചു ചേർക്കുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ്. കാരണം ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുകരിച്ച് രണ്ടാം ക്രിസ്തു എന്ന് സഭയിൽ അറിയപ്പെടുന്ന ഒരു മഹാവിശുദ്ധനാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഒപ്പം തന്നെ നമുക്കറിയാം, പരിസ്ഥിതിയുടെ മധ്യസ്ഥൻ എന്നാണ് ഈ വിശുദ്ധൻ നമ്മുടെ സഭയിൽ അറിയപ്പെടുന്നത്. ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ എല്ലാ ജീവജാലങ്ങളിലും, ഇപ്പോൾ പ്രകൃതി, സൂര്യനായിക്കോട്ടെ, ചന്ദ്രനായിക്കോട്ടെ, എല്ലാ ജീവജാലങ്ങളിലും, അതുപോലെ തന്നെ ജന്തുജാലങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ദർശിക്കാനായിട്ട് ഈ വിശുദ്ധന് സാധിച്ചു. അതുകൊണ്ട് തന്നെ പ്രകൃതിയായിട്ട് വലിയൊരു ബന്ധത്തിൽ, ഒരു ആത്മബന്ധത്തിൽ, ഒരു താളാത്മകമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രകൃതി ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് മനുഷ്യരാൽ. അപ്പോൾ എനിക്ക് ഈ ഒരു മേഖലയിൽ ശക്തമായിട്ടുള്ളൊരു സന്ദേശം ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു വരമാണ് ചിത്രം രചിക്കാനുള്ള ഒരു കഴിവ്. അപ്പോൾ അതിലൂടെ ഒരു നല്ലൊരു സന്ദേശം ഈ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ചിത്രങ്ങൾ അതിനുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രകൃതിയും അതിലെ നിറങ്ങളും ഛായക്കൂട്ടുകളിൽ ചാലിച്ച് ക്യാൻവാസുകളിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാക്കി അതിലൂടെ സുവിശേഷത്തിൻ്റെ ആത്മീയ ചൈതന്യത്തിൻ്റെ പുത്തൻ വരക്കൂട്ടുകൾ ഒരുക്കി ഈ വൈദികൻ ശ്രദ്ധേയനാകുന്നു. അസീസിയിലെ ഫ്രാൻസിസും ആ വിശുദ്ധൻ ജീവിതത്തിൽ സൂക്ഷിച്ച ദൈവിക ചൈതന്യത്തിൻ്റെ ആഴങ്ങളും ചിത്രങ്ങളായി ഇവിടെ പുനർജനിക്കുന്നു. സ്നേഹമുള്ളവരെ, എൻ്റെ ഈ ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇത് വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പരമ്പരാഗത കലയായിട്ടുള്ള കേരള ചുമർ ചിത്ര ശൈലിയിലാണ്. ഞാൻ എൻ്റെ ചിത്രകലയിലൂടെ ഈ ദൈവികമായിട്ടുള്ള സന്ദേശം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഞാനിതിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു കലാരൂപമാണ് കേരള ചുമർ ചിത്ര ശൈലി. എന്തുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, പ്രകൃതിയുമായിട്ട് ഒരുപാട് ബന്ധമുള്ള നിറങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഈ പച്ച കളർ അവർ ഉപയോഗിച്ചിരുന്നത് ഇലകൾ പൊടിച്ചുണ്ടാക്കിയ നിറങ്ങളാണ്. അതുപോലെ തന്നെ മഞ്ഞയും ചുവപ്പും എല്ലാം മണ്ണ് തന്നെ അരച്ചെടുത്തുണ്ടാക്കിയ നിറങ്ങളാണ്. അപ്പോൾ പ്രകൃതിയുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കലാരൂപമാണ് കേരള ചുമർ ചിത്ര ശൈലി. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പിതാവിൻ്റെ ഈ ആധ്യാത്മികതയെ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ഈ കലാരൂപത്തിലൂടെ സാധിക്കുമെന്ന് മനസ്സിലായി. എന്നിരുന്നാൽ തന്നെയും കേരള ചുമർ ചിത്ര ശൈലിയുടെ അത് അതേപോലെ തന്നെ പകർത്താനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടില്ല. എൻ്റെ തന്നെയായിട്ടുള്ള സ്വാതന്ത്ര്യം ഞാനിതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, എല്ലാ ചിത്രങ്ങളിലും ഞാൻ മനഃപൂർവ്വം കുറച്ച് പച്ച നിറം ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഫ്രാൻസിസ് അസീസി പുണ്യാളൻ്റെ ചിത്രത്തിൽ ഈ മരക്കൊമ്പും പച്ചക്കളറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ തന്നെ ഞാനത് മനഃപൂർവ്വം അതിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. കാരണം ആ പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധം എല്ലാ ചിത്രങ്ങളിലും വരണം എന്ന് ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. കാരണം ഈ പ്രകൃതി ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. അതിനെ സ്നേഹിക്കുക, സംരക്ഷിക്കുക, വരും തലമുറയ്ക്കായിട്ട് പങ്കുവെച്ച് കൊടുക്കുക എന്ന ഈ ദൈവിക സന്ദേശം ഇത് കാണുന്ന മനുഷ്യരിലേക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ജോബി എന്ന ചുവരെഴുത്തുകാരനിൽ നിന്നും ജോബി മേരിസൺ എന്ന മരിയപുത്രനിലേക്ക് നടന്നെടുത്ത വഴികൾ ഏറെ ഹൃദ്യമായി ഈ വൈദികൻ പങ്കുവെക്കുന്നു. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗീയ സാന്നിധ്യം
ഒരു ദൈവവിളിയുടെ രൂപീകരണത്തിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നു എന്നും ഈ വൈദികന്റെ ജീവിത സാക്ഷ്യം നമുക്ക് തിരിച്ചറിവുകൾ നൽകുന്നു. സ്നേഹമുള്ളവരെ, എൻ്റെ ദൈവവിളിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, പരിശുദ്ധ അമ്മ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു റബ്ബർ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് നിറകണ്ണുകളോടെ ഞാൻ പ്രാർത്ഥിച്ച ഒരു സന്ദർഭം. അന്ന് ഞാനൊരു നേർച്ച പോലെ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥന നേർന്നിട്ടുണ്ടായിരുന്നു. സെമിനാരിയിൽ പ്രവേശിച്ച് വൈദികനായിട്ട് ആ ഒരു ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ അതെനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്മയെ ഓർക്കുവാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തേക്കാമെന്ന്. അങ്ങനെ എൻ്റെ പ്രഥമ വ്രതവാഗ്ദാനത്തിന് മുൻപായി നോവിഷ്യേറ്റിൽ ഒരുപാട് സമയം പ്രാർത്ഥിക്കാനുണ്ടായിരുന്ന ആ സാഹചര്യങ്ങളിൽ ഞാൻ ഇപ്രകാരം അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മേ, എന്താ ഞാൻ ചെയ്യേണ്ടേ? വ്യക്തമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്താ ഞാൻ ചെയ്യേണ്ടേ? അമ്മ തന്നെ എനിക്ക് പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ ഒരുപാട് നേരം ഇന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മനസ്സിൽ ഒരു പേര് തെളിഞ്ഞു വന്നു. ആ പേര് ഇതായിരുന്നു, മേരിസൺ, മാതാവിൻ്റെ മകൻ. അപ്പോൾ എന്താണ് ഈ പേരിൻ്റെ ഒരു രീതി? അപ്പോൾ പിന്നെയും എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ബോധ്യം ഇതായിരുന്നു, ഈ പേര് എൻ്റെ ഇപ്പോഴുള്ള ജോബി എന്ന പേരിനോടുകൂടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ പലരും എന്നോട് ചോദിക്കും, ഇതെന്താ പുതിയൊരു പേര്, ഇത് സ്വീകരിക്കാൻ എന്താ കാരണം? ഇത് ഇദ്ദേഹത്തിൻ്റെ മാമോദീസ പേരൊന്നുമല്ലല്ലോ, എന്താണ് ഈ പേരിൻ്റെ പിന്നിലുള്ള കാര്യം? അങ്ങനെ പലരും എന്നോട് ചോദിക്കുമായിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവവിളിയിൽ എൻ്റെ അമ്മ എന്നെ സഹായിച്ചതിനെക്കുറിച്ച് അനേകരോട് പ്രഘോഷിക്കാം. അനേകരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വ്യക്തമായിട്ടും ഇടപെടും എന്ന് അവർക്കും ബോധ്യം ലഭിക്കുന്ന ഒരു രീതിയിൽ ഈ അനുഭവം അവർക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ നോയിസ് മാസ്റ്റർ അച്ഛനോട് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, വളരെ നല്ലത്, തീർച്ചയായിട്ടും ഈ പേര് സ്വീകരിക്കുക. അങ്ങനെ എൻ്റെ പ്രഥമ വ്രതവാഗ്ദാന സമയത്ത്, അതായത് ഞങ്ങൾ ഈ ഉടുപ്പൊക്കെ സ്വീകരിക്കുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞത്, വ്രതം എടുത്ത് കർത്താവിനെ ഞങ്ങളെ സമർപ്പിക്കുന്ന ഒരു സമയം. ആ സമയത്ത് ഞാൻ എൻ്റെ പേരിനോടി, ജോബി എന്ന പേരിനോട് കൂടി മേരിസൺ എന്ന പേര് ഞാൻ ആഡ് ചെയ്തു. സ്നേഹമുള്ളവരെ, ഇപ്പോൾ പലപ്പോഴും എൻ്റെ പല സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താ ഈ പേര്, ഇതിൻ്റെ അർത്ഥം എന്താ, ഇതിൻ്റെ കാരണം എന്താ തിരഞ്ഞെടുക്കാനായിട്ട്. ഞാനിത് പങ്കുവെക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ അമ്മ എന്നെ സഹായിച്ച, ഇടപെട്ട ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത്. മാത്രമല്ല, ഇന്നും എൻ്റെ ജീവിതത്തിൽ അമ്മ എന്നെ ഏറെ സഹായിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഓർക്കുകയാണ്, ധ്യാനങ്ങൾക്കൊക്കെ പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ ഷെയറിങ്ങിനും പ്രാർത്ഥനയ്ക്കായിട്ട് പലരുടെ മുമ്പിൽ, നല്ല അച്ഛന്മാരുടെ മുമ്പിലൊക്കെ ചെന്നിരിക്കുമ്പോൾ അവരെന്നോട് പറയാറുണ്ട്, അമ്മ എന്നെ എപ്പോഴും കൈപിടിച്ച് നയിക്കുന്ന സംഭവങ്ങൾ. ഞാൻ ഓർക്കുക, ഈ അടുത്ത നാളിൽ ഒരു ധ്യാനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ജീവിതത്തിൽ 2 ബൈക്ക് അപകടങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഉണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛന് ഒരു പോറൽ പോലും സംഭവിച്ചില്ലല്ലോ. ഇല്ല. പരിശുദ്ധ അമ്മ അവിടെ വന്ന് ആ അപകടം തട്ടി മാറ്റിയായിരുന്നു. അച്ഛന് വലിയ സംരക്ഷണം തരികയായിരുന്നു. ആ സ്നേഹമുള്ളവരെ, എപ്പോഴും എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. എനിക്ക് കാവലായി, കരുതലായി, സ്നേഹമായി, തുണയായി എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അല്ലെങ്കിൽ നിങ്ങളും ഒന്ന് വിശ്വസിക്കുക, അമ്മയെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അമ്മ നിങ്ങളുടെ അരികിലേക്ക് വരും. ഒരുപാട് സ്നേഹത്തോടെ അമ്മ നിങ്ങളുടെ അരികിലേക്ക് വരും, നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കൂടെ ആയിരിക്കും. നിങ്ങളുടെ ഏത് ആവശ്യങ്ങളിലും അമ്മ നിങ്ങളെ സഹായിച്ച് ഈശോയിൽ നിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിത്തരികയും ചെയ്യും. അതെ, മേരിസൺ എന്ന ഈ സന്യാസ വൈദികന്റെ ജീവിത ചിത്രത്തിൽ നിറയെ മറിയം എന്ന സ്വർഗീയ വർണ്ണമാണ് പ്രശോഭിക്കുന്നത്. മറിയത്തിൻ്റെ കയ്യിലെ ഉണ്ണിയേശുവിനെ പോലെ മറിയത്തിൻ്റെ ഹൃദയത്തിലെ പ്രാർത്ഥനയാണ് ഓരോ വൈദികനും. കാരണം അവൾ വൈദികരുടെ അമ്മയും രാജ്ഞിയുമാണ്. സ്വർഗത്തിൻ്റെ വർണ്ണങ്ങൾ ചാലിച്ച് സുവിശേഷത്തിൻ്റെ ചിത്രക്കൂട്ടുകൾ വരയ്ക്കാൻ ഈ വൈദികന്റെ ജീവിത ചിത്രത്തിന് കഴിയട്ടെ എന്ന്
ആശംസിക്കുന്നു. സുവിശേഷത്തിൻ്റെ നവസുഗന്ധം ക്യാൻവാസുകളിൽ നിന്നും ജനഹൃദയങ്ങളിലേക്ക് പകർന്നുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ചിത്രകലാശൈലി ഏവരുടെയും ഹൃദയങ്ങൾ കീഴടക്കട്ടെ. അങ്ങനെ മേരിസൺ എന്ന ഈ വൈദികൻ്റെ ഹൃദയവർണ്ണങ്ങൾക്ക് സ്വർഗം കയ്യൊപ്പ് നൽകട്ടെ.